ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അബ്ദുൽ ഷുക്കൂർ എന്നാണ്. ഞാനാണ് നിങ്ങൾക്ക് മെറ്റ ആഡ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഫേസ്ബുക്ക് പേജ് ആൻഡ് ഇൻസ്റ്റഗ്രാം പേജ് ഒരു ഐഡിയ ആണ് 360 ഡിജിറ്റൽ ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളതിൽ കൂടുതലും ആൾക്കാരെ എത്രത്തോളം വളരെ ചുരുങ്ങിയ ചെലവിൽ ആൾക്കാരെ പഠിപ്പിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ബിസിനസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ജോബിന് ആവശ്യമായവർക്കും നമ്മൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് കൂട്ടർക്കും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ എന്താണ് പഠിക്കാം, മെറ്റ ആഡ്സ് എന്ന കോഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കോഴ്സിൻ്റെ ഔട്ട്ലൈൻ എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് പേജ് ക്രിയേഷൻ ആൻഡ് സെറ്റപ്പ് എന്നാണ് പറയുന്നത്. പേജ് ക്രിയേഷൻ സെറ്റപ്പ്. അപ്പോൾ നമ്മളൊരു കൂടുതലായിട്ട് നമ്മൾ വൈഡായി ചിന്തിക്കൊന്നും വേണ്ട. നമ്മൾ മെറ്റ ആഡ്സ് വളരെ സിമ്പിളായിട്ട് മെറ്റ ആഡ്സ് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമും നമുക്ക് എന്താ പറയുക, അതിലൂടെ ആഡ്സ് ഇട്ട് നമുക്ക് നമ്മളതായ ബ്രാൻഡാണോ അതോ മറ്റോ സെയിൽ പ്രൊഡക്റ്റാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അവയർനെസ് ആണോ എന്തായിക്കോട്ടെ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൾക്കാരിലേക്ക് പബ്ലിസിറ്റി ആക്കാനും അതേപോലെ ആഡ് ജനറേറ്റ് ചെയ്തിട്ട് ആൾക്കാരിലേക്ക് നമ്മൾ എന്താ പറയുക, അവരുടെ ഇതിൽ നമ്മളെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനും ഒക്കെ പറ്റുന്ന ഒരു ഇതാണിത്. ഓക്കെ, മെറ്റ ആഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പേജ് ക്രിയേഷൻ ആൻഡ് സെറ്റപ്പ് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, എന്താ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത്. പിന്നെ അതേപോലെ ബിസിനസ് മാനേജർ ആൻഡ് ആഡ്സ് മാനേജർ, ഇത് നമ്മളൊരു ഔട്ട്ലൈനാണ് കേട്ടോ, കോഴ്സിൻ്റെ ഔട്ട്ലൈനാണ്. അപ്പോൾ ബിസിനസ് മാനേജർ ആൻഡ് ആഡ്സ് മാനേജർ എന്താണ് ഇതൊക്കെ എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറയാം. ബിസിനസ് മാനേജർ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒരുപാട് ആൾക്കാർ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അവരെ ഫേസ്ബുക്കിൽ ഒരു ബിസിനസ് മാനേജർ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് സെറ്റപ്പ് ചെയ്ത് അതിലൂടെ അവരെ ആഡ്സും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഇടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി, ബില്ലിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആഡ്സ് ഇടുന്നത് എന്നുള്ള അക്കൗണ്ടാണ്. അതൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ആഡ് സ്ട്രക്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ആഡിന് പല സ്ട്രക്ചറുകളുണ്ട്, അങ്ങനെ ഒബ്ജക്റ്റീവ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ വ്യക്തമാക്കിയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. ടാർഗറ്റ് യുവർ ഓഡിയൻസ്, വേരിയസ് കമ്പൈൻ ബ്രേക്ക് ഡൗൺസ്, അതേപോലെ ക്രിയേറ്റിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആഡ്സ്, എങ്ങനെയൊക്കെ പല ആഡ്സുകൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻ്റഗ്രേറ്റ് ഫേസ്ബുക്ക് പിക്സൽ, ഈ ഇൻ്റഗ്രേറ്റ് ഫേസ്ബുക്ക് പിക്സൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫേസ്ബുക്കിനും അതേപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിനും കൂടി രണ്ടും കൂടി നമ്മളൊരു ലിങ്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഉണ്ട്. ആ കോഡിൻ്റെ സെറ്റപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണത്. അത് നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആവുന്നത്, എപ്പോഴാണോ യൂസ്ഫുൾ ആവുന്നത്, നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് വ്യക്തമായിട്ട് എങ്ങനെ കാണിച്ചു തരാവുന്നതാണ്. കാരണം ഇപ്പോൾ ഇതിൽ കാണിക്കാൻ നമുക്ക് ഫേസ്ബുക്ക് മാത്രമേ ഉള്ളൂ, നമുക്ക് കാണിക്കാൻ വെബ് പേജോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അത് നമ്മളെ വെബ് പേജൊക്കെ ഉള്ളവർ നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളവരെ കണക്ട് ചെയ്തിട്ട് അവർക്ക് അതിന് ഒരു സെപ്പറേറ്റ് ക്ലാസ് തന്നെ നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കും. അതല്ല സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് തന്നെ ഇൻഡിവിജ്വലായിട്ട് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു ഇൻസ്റ്റഗ്രാം ആഡ്സ്, അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ഫേസ്ബുക്കിനെ കണക്ട് ചെയ്തിട്ടാണ് ഇൻസ്റ്റഗ്രാം ആഡ്സും നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന കൺവെൻഷനൊക്കെ എങ്ങനെയൊക്കെയാണ് അത് സെറ്റപ്പ് ചെയ്യേണ്ടത്, അതൊക്കെയാണ് അതിലും പറയുന്നത്. അതേപോലെ ഫേസ്ബുക്ക് റീമാർക്കറ്റിംഗ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ വെബ്സൈറ്റ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ വരുന്ന ആൾക്കാരെ എങ്ങനെയാണ് ഫേസ്ബുക്കിലേക്ക് കൊണ്ടുവന്ന് റീമാർക്കറ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇ കോമേഴ്സ് അഡ്വർടൈസിംഗ് ഉണ്ട്. ഇ കോമേഴ്സ് അഡ്വർടൈസിങ്ങിനോട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പ്രോഡക്റ്റുകൾ മറ്റുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ലൈക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ അങ്ങനെയുള്ള പല വെബ്സൈറ്റുകളുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പഠിക്കുന്നത്, എങ്ങനെ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ റിപ്പോർട്ടിംഗ്, ഇതിൻ്റെയൊക്കെ എന്താണോ റിപ്പോർട്ടിംഗ് എന്നുള്ളതാണ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ AI ഇൻ മെറ്റ ആഡ്സ്, എങ്ങനെയാണ് മെറ്റ ആഡ്സിന് യൂസ്ഫുൾ ആയ കണ്ടൻസും കാര്യങ്ങളൊക്കെ AI എങ്ങനെയാണ് നമ്മൾ
ക്രിയേറ്റ് ചെയ്ത് ബിൽഡപ്പ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതൊക്കെയാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ കോഴ്സിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻട്രൊഡക്ഷൻ ടു മെറ്റ ആഡ്സ്. എന്താണ് മെറ്റ ആഡ്സ്? മെറ്റ ആഡ്സ് ആസ് ആൾസോ നോൺ ആസ് എ ഫേസ്ബുക്ക് ആഡ്സ്. അത് ഫേസ്ബുക്ക് ആഡ്സിനോട് സാമ്യമായുള്ള സംഭവം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ ഫേസ്ബുക്കിൻ്റെ പേര് ഫേസ്ബുക്ക് എന്നായിരുന്നു. ആ ഫേസ്ബുക്കിനെ റീനെയിം ചെയ്ത ഒരു പേരാണ് മെറ്റ എന്നുള്ളത്. ഓക്കെ, അത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു വേർഡ്സ് എന്താ പറയുക, ഞാൻ ഡെഫിനേഷൻ കൊടുത്തതൊന്ന് വായിച്ചു നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം ചിലവർ ബോറടിപ്പിക്കരുതല്ലോ, അധികം കൂടുതൽ എന്താ പറയുക പ്രാക്ടിക്കലാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതലും എന്താ പറയുക തിയറി പറഞ്ഞ് പാട്ട് പറഞ്ഞ് മറ്റുള്ളവരെ ബോറടിപ്പിക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് പ്രാക്ടിക്കലിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മെറ്റ ഫേസ്ബുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഫേസ്ബുക്കിനെ റീനെയിം ചെയ്തതാണ് മെറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഞങ്ങൾക്ക് ഗ്രാഫ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി വിഷ്വൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി രൂപത്തിലാണ് ഞാനിത് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഫേസ്ബുക്കിൻ്റെ ഓൾഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫേസ്ബുക്ക്, മെസ്സഞ്ചർ, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, അതേപോലെ ഒക്കുലസ് ക്വസ്റ്റ്, VR ഈ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അതിനെ അവർ എന്ത് ചെയ്യും, റീചേഞ്ച് ചെയ്തിട്ട് ഇതിനൊക്കെ ഒരു ഫാമിലി ആപ്സ് ആക്കി മാറ്റി. മെറ്റയുടെ അണ്ടറിൽ തന്നെ ഫാമിലി ആപ്സ് ആക്കി മാറ്റി. അതിൽ 2022 അവർ 97% റവന്യൂ ആണ് അവർ കാണിക്കുന്നത്. അതേപോലെ മെറ്റയുടെ മാത്രം 3% റവന്യൂ ആണ് 2022 കാണിക്കുന്നത്. ജസ്റ്റ് ഞാൻ സ്ട്രക്ചർ ഇട്ടുന്നുള്ളൂ. പിന്നെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം ഞാൻ ഷോർട്ടാക്കിയിട്ടിട്ടുള്ളൂ. ലാർജസ്റ്റ് മെറ്റ യൂസേഴ്സ് ഇൻ ദി വേൾഡ് ഇൻ ഇന്ത്യ 60 crore യൂസേഴ്സ് ആണ് ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ദി ബിഗ് പിക്ചർ, അതായത് 77 വേൾഡിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന 77 പീപ്പിൾ ഉണ്ട്. അതിൽ 3.59 ബില്യൺ പീപ്പിൾസാണ് ആക്റ്റീവായിട്ട് ലീസ്റ്റ് വൺ മെറ്റ പ്ലാറ്റ്ഫോം, ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം മെറ്റ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും ഏതെങ്കിലും ഒരു പേഴ്സൺ, അങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത്, ഇത് നമ്മുടെ ഒരു ചെറിയൊരു ഗ്രാഫാണ് വേൾഡിലെ. ഇതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ചില രാജ്യങ്ങളിലൊന്നും, ഇപ്പോൾ റഷ്യ, ചൈന അങ്ങനെയുള്ള രാജ്യങ്ങളിലൊന്നും നമുക്ക് ഫേസ്ബുക്ക് അലൗഡ് അല്ല. അവരൊന്നും വാട്സപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല. മറ്റുള്ള രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ ആ ഒരു കൺസിഡർ ചെയ്തിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു ചെറിയൊരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് അത്രയേ ഉള്ളൂ. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക, എന്താണ് ഇത്രയും പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇതിലിപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ടോട്ടൽ പൊട്ടൻഷ്യലാണ് റീച്ച് ഓൺ ആഡ്സ് 2.25 ബില്യൺ. അങ്ങനെ അതേപോലെ ഫേസ്ബുക്കിൽ ടോട്ടൽ പോപ്പുലേഷൻ, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ ഇതിൽ ജസ്റ്റ് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഒഴിവിട്ടും ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ദ ഡെത്ത് ഓഫ് ഓർഗാനിക് മാർക്കറ്റിംഗ്, ഇതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ ഈ ഒരു അടിയിൽ കാണുന്ന ഒരു പിക്ചർ. എന്താണ് ദി ഡെത്ത് ഓഫ് ഓർഗാനിക് മാർക്കറ്റിംഗ് എന്നത് പറയുന്നത്? വളരെ ലളിതമായി, വളരെ മനസ്സിലാവുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഒരു ഇത് കണ്ടോ, ഒരു പേജ് കണ്ടോ, ഇത് നൈക്ക്, അതായത് സ്പോർട്സ് വിയർ ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു നൈക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു പേജാണ്. അതിൽ ഏറ്റവും ടോട്ടൽ ഫോളോവേഴ്സ് 38 മില്യൺ ഫോളോവേഴ്സാണ്. 36 മില്യൺ ലൈക്സ് ഉണ്ട് അവർക്ക്. എന്താണ് ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിവിടെ ഇപ്പോൾ അടുത്തിട്ട ഒരു പോസ്റ്റിൽ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഈ ഒരു ബ്രാൻഡിന് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവർ November 7, 2007 ഒരു പോസ്റ്റ് ഇട്ട് അതിന് ടോട്ടൽ ഇവർക്ക് ലൈക്ക് കിട്ടി 69K ലൈക്കാണ് കിട്ടിയിട്ടുള്ളൂ. ഇത്ര അധികം ഫേസ്ബുക്കിൽ മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള ഇവർക്ക് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത്ര 69K ലൈക്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മെയിൻ റീസൺ ദി ഡെത്ത് ഓഫ് ഓർഗാനിക് മാർക്കറ്റിംഗ്. ഇനി ഞാൻ എന്താ കൺക്ലൂഷനിലേക്ക് വരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ തന്നെ ഒരു 10K ഇതേപോലെ തന്നെ ഒരു 60K ഒക്കെ ഫോളോവേഴ്സ് ഉള്ളവർക്ക്, ഇപ്പോൾ 38 മില്യൺ ഫോളോവേഴ്സാണ് ഇവിടെ പറയുന്നത്, ഒരാൾക്കാർക്ക് ഇവർക്ക് ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അവർ ഫോളോവേഴ്സ് എല്ലാവരും കണ്ടിരുന്നു. ഇപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ ഫേസ്ബുക്ക് എന്ത് തീരുമാനിച്ചു, ഇവരെ അങ്ങനത്തെ ഒരു സിസ്റ്റം മാറ്റിയിട്ട് ഇവരെന്ത് ചെയ്തു, ഇത് ബിസിനസ് ആക്കി മാറ്റി. അതായത് ഇവരെ ഡാറ്റ ആരൊക്കെയാണോ എന്തിനോടൊക്കെ സാറ്റിസ്ഫാക്ഷൻ കാണിക്കുന്നത്, ഏതൊക്കെ വീഡിയോസിനോട്
അതേപോലെ ചുരുക്കി പറഞ്ഞാൽ ഏതൊക്കെ വീഡിയോസ്, ഏതൊക്കെ കണ്ടൻറ്റ്, ആർക്കൊക്കെ എന്തൊക്കെ ആവശ്യമുള്ളത്, അതൊക്കെ ഓരോരുത്തരും അവരവരുടെ ഫോണിൽ സെർച്ച് ചെയ്യുന്ന ആ കണ്ടൻറ്റ് അത് എന്ത് ചെയ്യുന്നു, ഫേസ്ബുക്ക് കളക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതനുസരിച്ച് നമ്മൾ എന്തൊക്കെ ആഡാണോ, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ 38 മില്യൺ ഫോളോവേഴ്സുള്ള നൈക്കിൻ്റെ ടീം ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തത് കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. അത് ആ സിസ്റ്റം മാറ്റി അങ്ങനെ ഇനി ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ബിസിനസ് ആക്കി മാറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് പബ്ലിക് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റ വഴിയാണ്. അത് ആവശ്യമുള്ളവർക്ക് മാത്രമേ ഫിൽട്ടർ ചെയ്തിട്ട് മെറ്റ എന്ത് ചെയ്യുന്നുള്ളൂ, പബ്ലിഷ് ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഒരു പിക്ചറാണ് ഈ കാണുന്നത്. അതായത് യൂസർ ഡാറ്റ ഫ്യൂൾസ് ഫേസ്ബുക്കിൻ്റെ അൽഗരിതം. ഈ ഫേസ്ബുക്കിൻ്റെ അൽഗരിതം അനുസരിച്ച് നമ്മളിങ്ങനെ ഫോണിൽ സ്ക്രോളൊക്കെ ചെയ്യുമല്ലോ ഓരോ വീഡിയോസ് കാണുന്നത്. അപ്പോൾ അതിൽ എത്ര മിനിറ്റ്, എത്ര സെക്കൻഡ് ഓരോരുത്തർ ഓരോ കണ്ടൻറ്റും ചിലവഴിക്കുന്നുണ്ട് എന്നുള്ളത് പോലും ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ബിസിനസ്മാൻമാർ, ആസ് എ ബിസിനസ്മാൻ ആരാണെങ്കിൽ അവരൊരു പോസ്റ്റ് എന്ത് ചെയ്യുന്നു, പെയ്ഡ് കൊടുത്തിട്ട് ആഡ്സ് ഇടുകയാണ് ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആരൊക്കെയാണോ ഈ ജനങ്ങൾ, ആരൊക്കെയാണോ അതിൻ്റെ ആവശ്യക്കാരായ യൂസേഴ്സ്, അവരിലേക്ക് ഈ ആഡ്സ് മുഖേന എന്ത് ചെയ്യുന്നു, അവർക്ക് കാണിക്കുന്നു. റീച്ച് ഉണ്ടാക്കാൻ, അങ്ങനെ ലൈക്ക് കിട്ടാൻ, കമൻറ്റ്സ് കിട്ടാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടോട്ടലി ഇവർ യൂസ് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു രൂപം. ഓക്കെ, ഈ പിക്ചറിൽ കാണുന്നത് അങ്ങനെയാണ് ഇവർ ഈ ബിസിനസ് ആക്കി മാറ്റി. അപ്പോൾ ഫേസ്ബുക്ക് സെൽസ് ടാർഗറ്റ് ആൾസോ ടു ബിസിനസ്. അവർ ആ ഡാറ്റ കംപ്ലീറ്റ് ബിസിനസ്സിലാക്കി ചിലവാക്കി സംഭവം. ഓക്കെ, ഇനി ഫേസ്ബുക്കിൻ്റെ പേജ് ഓർഗാനിക് റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 15% ഉണ്ടായിരുന്നു. അതും വളരെ 2022 ആകുമ്പോഴേക്കും കുറഞ്ഞു കൊണ്ടേയിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതന്നെ സംഭവം. അതെന്തായി, 2022 ആകുമ്പോഴേക്കും മെറ്റ എന്ത് ചെയ്ത് അത് ബിസിനസ് ആക്കി മാറ്റി. ആർക്കൊക്കെയാണ് ആവശ്യക്കാർക്കൊക്കെ എന്ത് ചെയ്ത് പേയ്മെൻറ്റ് കൊടുത്ത് ആഡ്സ് ഇടുക എന്നുള്ളത് സംഭവമാക്കി മാറ്റും. മുന്നേ 2012 എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നോ ആ ഫോളോവേഴ്സിലേക്ക് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കണ്ടിരുന്നു. ആ സിസ്റ്റം മാറ്റി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓൾ അൽഗരിതം ബേസ്ഡ് ആണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് വേണം, അതേപോലെ തന്നെ പേജ് വേണം, അതേപോലെ പ്രൊഫൈൽ ഫോട്ടോ, അതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഓൾ ഓഫ് യു താങ്ക്സ്, ബൈ ബൈ.